നമുക്ക് ഈ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. അതിന് ആദ്യമായി ഈ ഡോക്യുമെന്റ് ക്ലോസ് ചെയ്ത ശേഷം നമുക്ക് പുതിയൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ 800x600 എന്ന സൈസിൽ ഡോക്യുമെന്റ് സെലക്ട് ചെയ്യാം. നമുക്ക് റെസൊല്യൂഷനായിട്ട് 100 പിക്സൽസ് പെർ ഇഞ്ച് ടൈപ്പ് ചെയ്യാം. നമുക്ക് ഈ ഡോക്യുമെന്റിന് ഗാലക്സി എന്ന് നെയിം ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്ക് നാം മുമ്പ് കണ്ട ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് സീൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ആദ്യമായി ഇപ്പോൾ ആക്റ്റീവായി കിടക്കുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിലേക്ക് നമുക്ക് ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഫിൽട്ടർ മെനുവിൽ നിന്നും നോയ്സ് എന്ന ഫിൽട്ടർ അപ്ലൈ ചെയ്യാം. നമുക്ക് നോയ്സിന്റെ എമൗണ്ട് 35 എന്നും അതുപോലെ തന്നെ നോയ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഗുഡ് സൈൻ എന്നും ആക്റ്റീവ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മോണോക്രോമാറ്റിക് എന്ന ഈ ഓപ്ഷനും ആക്റ്റീവ് ആക്കുക. ശ്രദ്ധിക്കുക, ഇനി നമുക്ക് ഇമേജ് മെനുവിൽ നിന്നും ലെവൽസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് ലെവൽസ് ഇൻക്രീസ് ചെയ്ത് ഒരു സ്കൈയുടെ എഫക്റ്റ് വരുന്നിടം വരെയും നമുക്ക് ഈ ലെവൽസ് ഇതുപോലെ ചേഞ്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് ശ്രദ്ധിക്കുക, നമുക്കിവിടെ ഏതെങ്കിലും ഒരു സെലക്ഷൻ ടൂൾ അല്ലെങ്കിൽ ഷേപ്പ് ടൂൾ ഉപയോഗിച്ച് ഒരു പുതിയൊരു സെലക്ഷൻ ഇതേ ഷേപ്പിൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ ഒരു ഗ്രേഡിയന്റ് ഫില്ല് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ആക്റ്റീവായി കിടക്കുന്ന ഇതേ ഗ്രേഡിയന്റ് നമുക്ക് ആ ലെയറിൽ ഫില്ല് ചെയ്യാം. ശ്രദ്ധിക്കുക, ന്യൂ ലെയറിലായിരിക്കണം നാം ഈ ഗ്രേഡിയന്റ് ലെയർ ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു എഫക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിതിനെ ഡീസെലക്ട് ചെയ്ത ശേഷം നമുക്ക് കീബോർഡിൽ Ctrl+T ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിസ്റ്റോർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ഇതിനെ ഇതേ രീതിയിൽ ഡിസ്റ്റോർട്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് നാം ചെയ്യുന്ന ഡിസൈനിൽ ഏത് കളറിലുള്ള ഗ്ലോ ആണോ വരേണ്ടത് ആ ഗ്ലോ കളർ നമുക്ക് പുതുതായി ക്രിയേറ്റ് ചെയ്ത ലെയറിൽ ഫിൽ ചെയ്യാം. നമുക്കിപ്പോൾ ഈ ഗ്രീൻ കളർ സെലക്ട് ചെയ്ത് പുതുതായി ക്രിയേറ്റ് ചെയ്ത ലെയറിൽ ഫിൽ ചെയ്യാം. അതിനുശേഷം ആ ലെയർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ലെയറിന്റെ ബ്ലെൻഡിങ് ഓപ്ഷൻസിൽ ഓവർലേ എന്ന ബ്ലെൻഡിങ് മോഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിൽ കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നാം ആദ്യമായി ക്രിയേറ്റ് ചെയ്ത ലെയർ 1 എന്ന ഈ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ആ ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് കീബോർഡിൽ Ctrl+Shift+I പ്രസ് ചെയ്ത് ആ സെലക്ഷനെ ഇൻവേഴ്സ് ചെയ്യാം. അതിനുശേഷം ഏറ്റവും ടോപ്പിലുള്ള ഈ ലെയർ സെലക്ട് ചെയ്ത ശേഷം കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ആ ലെയറിന് ചുറ്റുമുള്ള ഗ്രീൻ കളർ ഡിസപ്പിയർ ആയി കാണാം. ഇനി നമുക്ക് ഈ സെലക്ഷനെ ഡീസെലക്ട് ചെയ്ത ശേഷം ഏറ്റവും മുകളിലുള്ള ഈ ലെയർ സെലക്ട് ചെയ്ത ശേഷം കീബോർഡിൽ Ctrl+E എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്ത് ഈ ലെയറുകളെ മെർജ് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഈ ലെയർ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഫിൽട്ടർ മെനുവിൽ ഡിസ്റ്റോർട്ട് എന്ന ഫിൽട്ടറിലുള്ള ട്രിൽ എന്ന ഫിൽട്ടർ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ട്രിൽ എമൗണ്ട് 100 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ക്രിയേറ്റ് ചെയ്ത ഷേപ്പ് ട്വിസ്റ്റ് ചെയ്ത് ഒരു മനോഹരമായ ഷേപ്പായി മാറിയതായി കാണാം. അതിനുശേഷം നമുക്ക് ഫിൽട്ടർ മെനുവിൽ ഡിസ്റ്റോർട്ട് എന്ന ഓപ്ഷനിലുള്ള പോളാർ കോർഡിനേറ്റ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, നമുക്കിവിടെ പോളാർ കോർഡിനേറ്റ്സിൽ പോളാർ ടു റെക്ടാങ്കുലർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതേ ലെയർ തന്നെ സെലക്ട് ചെയ്ത ശേഷം ഫിൽട്ടർ മെനുവിൽ ഡിസ്റ്റോർട്ട് എന്ന ഓപ്ഷനിലുള്ള വേവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, നമുക്ക് മനോഹരമായ രീതിയിൽ ഇവിടെ ഒരു ഡിസൈൻ അപ്പിയർ ആയിട്ടുണ്ട്. നമുക്ക് ഈ വേവ് എന്ന ഫിൽട്ടറിന്റെ ഓരോ എമൗണ്ട്സും നമ്മുടെ ആവശ്യപ്രകാരം ചേഞ്ച് ചെയ്ത് നമുക്ക് ഇതുപോലെ നമുക്ക് മനോഹരമായ ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ ആവശ്യപ്രകാരം ഒരു
ഡിസൈൻ ആയ ശേഷം നമുക്ക് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് അത് അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഇതേ ലെയർ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ലെയർ മെനുവിൽ ലെയർ സ്റ്റൈൽസ് എന്ന ഓപ്ഷനിൽ ഔട്ടർ ഗ്ലോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ലെയർ സ്റ്റൈൽ വിൻഡോയിൽ നമുക്ക് ഔട്ടർ ഗ്ലോ എന്ന ഓപ്ഷനാണ് ആക്റ്റീവ് ആയിരിക്കുന്നത്. അതിന്റെ ഔട്ടർ ഗ്ലോ സ്ട്രക്ചറിലെ ബ്ലെൻഡിംഗ് മോഡ് നോർമൽ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നും നമുക്ക് നാം ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിന് യോജിക്കുന്ന ഒരു കളർ അപ്ലൈ ചെയ്യുക. നമുക്കിപ്പോൾ ഗ്രീൻ കളർ അപ്ലൈ ചെയ്യാം. അതിനുശേഷം അതിന്റെ സൈസ് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ ഭാവനയ്ക്ക് അനുസൃതമായ രീതിയിൽ മനോഹരമായ ഡിസൈന് ആകുന്നിടം വരെ നമുക്ക് ഈ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് ആ എഫക്റ്റ് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് നമുക്കിവിടെ ഇഷ്ടമുള്ള വേർഡ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിവിടെ ഗാലക്സി എന്ന് ടൈപ്പ് ചെയ്യാം. നമുക്കതിന്റെ കളർ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ആ ടെക്സ്റ്റിന് പ്രത്യേക എഫക്റ്റുകൾ നൽകുന്നതിനായി ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്ത ശേഷം ലെയർ മെനുവിൽ ലെയർ സ്റ്റൈൽസ് എന്ന ഓപ്ഷനിൽ ഔട്ടർ ഗ്ലോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് അതിന്റെ ഔട്ടർ ഗ്ലോയുടെ ബ്ലെൻഡിംഗ് മോഡ് നോർമൽ ആക്റ്റീവ് ആക്കിയ ശേഷം നമുക്ക് ഇവിടെ നിന്നും നാം ക്രിയേറ്റ് ചെയ്ത എഫക്റ്റിന് യോജിക്കുന്ന ഒരു കളർ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിന്റെ വാല്യൂസ് നമ്മുടെ ഇഷ്ടപ്രകാരം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്കൊരു ഡ്രോപ്പ് ഷാഡോ എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നതിനായി ഇവിടെ ഡ്രോപ്പ് ഷാഡോ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം ശ്രദ്ധിക്കുക, നമുക്ക് ഇങ്ങനെ ഡ്രോപ്പ് ഷാഡോ എഫക്റ്റിനെയും അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് മനോഹരമായ ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്.